ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ആരും സ്വപ്നം കാണാത്ത എന്നാൽ ഇപ്പോൾ ആരാധകർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ഒരു അത്യപൂർവ പോരാട്ടത്തിനാണ് മയാമി സ്റ്റേഡിയം ഇന്ന് വേദിയാകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായ ലയണൽ മെസ്സിയും കഴിഞ്ഞ 3 ആഴ്ച മുൻപ് വരെ ലോക ഫുട്ബോളിൽ ആരും കേൾക്കാത്ത 40 വയസ്സുകാരനായ കേപ്പ് വെർദെ ഗോൾ കീപ്പർ വൊസീഞ്ഞയും തമ്മിലുള്ള വമ്പൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ കഥയാണ് ആഫ്രിക്കൻ രാജ്യമായ കേപ്പ് വെർദയുടേത്. ആദ്യമായി ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിയവർ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടർ റൗണ്ടിലേക്ക് യോഗ്യത നേടിയത്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് അവർ ലോകത്തെ ഞെട്ടിച്ചത്. തുടർന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ യുറുഗ്വായോടും സൗദി അറേബ്യയോടും സമനില പാലിച്ച് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായാണ് ഈ കുഞ്ഞൻ രാജ്യം അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത്. ഇന്ന് അവർ നേരിടാൻ പോകുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അസമത്വ പോരാട്ടമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം 1930 ആദ്യ ലോകകപ്പിൽ അർജന്റീന റണ്ണേഴ്സ് അപ്പ് ആയ കാലത്ത് കേപ്പ് വെർദെ ഒരു രാജ്യം പോലുമല്ലായിരുന്നു. പോർച്ചുഗലിന്റെ വെറുമൊരു കോളനി മാത്രമായിരുന്നു. 3 തവണ ലോകകപ്പും 16 തവണ കോപ്പ അമേരിക്കയും നേടിയ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ എക്കാലത്ത് മുൻപന്തിയിലാണ്. എന്നാൽ കേപ്പ് വെർദെ ഫുട്ബോൾ ഫെഡറേഷൻ രൂപീകരിച്ചത് പോലും 1982 മാത്രമാണ്. അർജന്റീന 2ാമത് ലോകകപ്പ് നേടുന്ന 1986 ഇവർക്ക് ഫിഫ അംഗത്വം പോലും ലഭിക്കുന്നത്. റാങ്കിങ്ങിൽ 64ാം സ്ഥാനത്തുള്ള ഈ രാജ്യം വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞു ദ്വീപ് സമൂഹമാണ്. ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ എത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രാജ്യമെന്ന റെക്കോർഡും ഇനി വടക്കൻ അയർലൻഡിനെ മറികടന്ന് കേപ്പ് വെർദെയ്ക്ക് സ്വന്തമാണ്. സാമ്പത്തിക മൂല്യത്തിന്റെ കാര്യത്തിൽ ഇരു ടീമുകളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കേപ്പ് വെർദെയുടെ ആകെ ടീമിന്റെ മൂല്യം വെറും 54 ദശലക്ഷം യൂറോ മാത്രമാണ്. യൂറോപ്പിലെ വമ്പൻ ലീഗുകളിൽ കളിക്കുന്ന പ്രമുഖ താരങ്ങൾ ഒന്നും തന്നെ ഈ ടീമിലില്ല. ഇവരുടെ മിന്നും താരം ഗോൾ കീപ്പർ വൊസീഞ്ഞയാകട്ടെ നിലവിൽ ഒരു ക്ലബ്ബുമില്ലാത്ത ഫ്രീ ഏജന്റുമാണ്. പോർച്ചുഗലിലെ 2ാം ഡിവിഷൻ ക്ലബ്ബായ ഷാബേസുമായുള്ള അദ്ദേഹത്തിന്റെ കരാർ കഴിഞ്ഞ ചൊവ്വാഴ്ചയും അവസാനിച്ചു. എന്നാൽ മറുഭാഗത്ത് അർജന്റീന ടീമിന്റെ മൂല്യം 807 ദശലക്ഷം യൂറോയാണ്. അർജന്റീനയുടെ ആദ്യ 11 മാത്രം വില കേപ്പ് വെർദെ ടീമിന്റെ ആകെ മൂല്യത്തിന്റെ 18 മടങ്ങിലധികം വരും. ചെൽസി താരം എൻസോ ഫെർണാണ്ടസ് ഒരാളുടെ മാത്രം മൂല്യം കേപ്പ് വെർദെയുടെ മുഴുവൻ ടീമിനേക്കാളും മുകളിലാണ്. 2.8 മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അർജന്റീനയുടെ സമ്പദ് വ്യവസ്ഥ $683 ബില്യൺ ആണെങ്കിൽ കേപ്പ് വെർദെയുടേത് വെറും $3 ബില്യൺ മാത്രമാണ്. എന്നിരുന്നാലും 2010 മുതൽ തങ്ങളുടെ പ്രവാസികളായ കളിക്കാരെ തിരിച്ചു വിളിച്ച് ടീമിനെ അടിമുടി മാറ്റിയെടുത്ത കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യം അർജന്റീനയ്ക്ക് എന്തായാലും വെല്ലുവിളി തന്നെയാണ്. സാമ്പത്തികമൊന്നുമല്ലല്ലോ കളിക്കളത്തിലെ പ്രധാനപ്പെട്ട കാര്യം, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ കഴിവിലാണ് എല്ലാം ഇരിക്കുന്നത്. എന്തായാലും മെസ്സിയുടെ കരുത്തിനെ 40-കാരനായ വൊസീഞ്ഞോ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഫിഫ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടാൻ ഒരുങ്ങുന്ന കേപ്പ് വെർദെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും മിയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന നിർണായക നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീനയുടെ പേര് കേട്ട് തങ്ങൾ ഭയപ്പെടില്ല എന്ന് തന്നെയാണ് കേപ്പ് വെർദെ മുഖ്യ പരിശീലകൻ ബുബിസ്റ്റ വ്യക്തമാക്കുന്നത്. സ്പെയിൻ, ഉറുഗ്വേ, സൗദി അറേബ്യ എന്നിവരടങ്ങിയ ശക്തമായ ഗ്രൂപ്പിൽ നിന്നും 3 സമനിലകളോടെയാണ് ഈ ആഫ്രിക്കൻ രാജ്യം നോക്കൌട്ട് ഘട്ടത്തിൽ എത്തുന്നത്. തങ്ങളെ ആരും കുറച്ച് കാണേണ്ടതില്ലെന്നും സ്വന്തം യോഗ്യത കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്നും പരിശീലകൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ട്. എന്നാൽ നമുക്ക് കാത്തിരുന്ന് വിജയമാർക്കെന്ന് കാണാം.